Hello everyone. So in today's class we are going to discuss about change of variables. So in the last classes we have discussed what total derivatives. So we have discussed when to use chain rule. So in today's class we are going to discuss about change of variables. So in previous classes, if u is equal to f of xy is a function where x is equal to sum phi of t and y is equal to psi of t, then we discussed how to use chain rule to find du by dt. To find du by dt, we have used chain rule, isn't it? Suppose now consider the function u is equal to f of xy, where now in this section we are going to discuss if x is dependent on two or more variable. That is, consider the function u is equal to f of xy, where x is equal to phi of st and y is equal to psi of st. അതായത് യു എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? യു എഫ് ഓഫ് എക്സ് വൈ ആണ്. അവിടെ എക്സ് എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എസ് ടിയും വൈ ഇസ് ഈക്വൽ ടു സൈ ഓഫ് എസ് ടിയും. ഇതിൻ്റെ മുമ്പത്തെ സെക്ഷൻസിൽ നിങ്ങൾ എന്താണ് പഠിച്ചത്? യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആയിരുന്നു. അതിൽ എക്സ് എന്നുള്ളത് ഒരു വേരിയബിൾ ടീൻ്റെ മുകളിൽ മാത്രമായിരുന്നു ഡിപ്പെൻഡൻ്റ് ആയിട്ടുണ്ടാവുക, അല്ലേ? എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് ടിയും വൈ ഇസ് ഈക്വൽ ടു സൈ ഓഫ് ടിയും ആയിരുന്നു. അതായത് എക്സും വൈയും ഡിപ്പെൻഡൻറ്റ് ഓൺ ഓൺലി ടീനെ മാത്രമാണ് ഡിപ്പെൻഡൻ്റ് ആയത്. ബട്ട് നൗ ഇവിടെ എക്സ് എന്നുള്ളത് 2 ഇല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വേരിയബിളിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എക്സ് എന്നുള്ളത് ടി മാത്രമല്ല, ടി അല്ലാതെ വേറൊരു വേരിയബിൾ എസ്സും കൂടി, അതായത് എക്സും വൈയും എന്താണ് 2 വേരിയബിളിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയാൽ, അതായത് എസ്സും ടിയും ആ 2 വേരിയബിളിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയാൽ എങ്ങനെയാണ് ഫോർമുല? അതായത് ഈ യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എസ് ആൻഡ് ടി. ഇപ്പോൾ നിങ്ങൾ മുമ്പ് പഠിച്ചത് എന്താണ്? യു ഇസ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ എക്സ് എന്നുള്ളത് ഫൈ ഓഫ് ടിയും വൈ ഈസ് ഈക്വൾ ടു സൈ ഓഫ് ടി ആണെങ്കിൽ ഡി യു ബൈ ഡി ടി നിങ്ങൾക്ക് കാണാൻ ചെയിൻ റൂൾ യൂസ് ചെയ്തു, അല്ലേ? ഈ യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്തു. അതേപോലെ ഇപ്പോൾ യു ഇസ് ഈക്വൾ ടു എഫ് ഓഫ് എക്സ് വൈ ഫംഗ്ഷൻ ആണെങ്കിൽ അതിൽ എക്സ് എന്നുള്ളത് 2 വേരിയബിളിന് മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയാൽ, അതായത് എസ് ആൻഡ് ടി, അതായത് എക്സ് ഇസ് ഈക്വൾ ടു ഫൈ ഓഫ് എസ് ടിയും വൈ ഇസ് ഈക്വൾ ടു സൈ ഓഫ് എസ് ടിയും ആണെങ്കിൽ നിങ്ങൾ ഈ യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഏതൊക്കെയായിരുന്നു? ഈ യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി കാണാം, അതേപോലെ യുവിൻ്റെ ഡിഫറൻസിയേഷൻ എസ്സും കാണാം. സെയിം ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ട് തന്നെ, ബട്ട് ആ ഫോർമുലയിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഫോർമുല നോക്കാം. ഇങ്ങനത്തെ ഫംഗ്ഷനാണ് യു ഇസ് ഈക്വൾ എഫ് ഓഫ് എക്സ് വൈ. അതിൽ എക്സ് എന്നുള്ളത് 2 വേരിയബിൾ എസ്സിനെയും ടീനെയും ഡിപ്പെൻഡൻ്റ് ആണ്. അതേപോലെ വൈ എന്നുള്ളത് 2 ഇല്ലെങ്കിൽ അതിന് കൂടുതലും ആവാം. ഇപ്പോൾ ഞങ്ങൾ 2 എടുക്കാം, പിന്നെ അതിന് കൂടുതലായിട്ട് ഡിസ്കസ് ആക്കാം. അപ്പോൾ വൈയും കൂടി 2 വേരിയബിൾ എസ്സിനെയും ടീനെയും ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് നെസസറി ഫോർമുലാസ് ഏതൊക്കെയാണ്? നെസസറി ഫോർമുല ഫോർ ദി ചേഞ്ച് ഓഫ് വേരിയബിൾ. ചേഞ്ച് ഓഫ് വേരിയബിൾസിൻ്റെ എന്താണ് ഫോർമുലാസ് എന്തൊക്കെയാണ്? നെസസറി ഫോർമുലാസ് ഫോർ ദി ചേഞ്ച് ഓഫ് വേരിയബിൾസ് ആർ എന്തൊക്കെയാണ്? ഫസ്റ്റ്, ഇപ്പോൾ ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്? 2 വേരിയബിൾസ് ഉണ്ട്, അല്ലേ? ഈ എക്സും വൈയും എത്ര വേരിയബിൾസിന് മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ്? 2 വേരിയബിൾ എസ്സിനെയും ടീനെയും മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ മുമ്പത്തെ സെക്ഷൻസിൽ എക്സ് എന്തായിരുന്നു? ഫൈ ഓഫ് ടിയും വൈ എന്നുള്ളത് സൈ ഓഫ് ടിയും ആയിരുന്നു. അപ്പോൾ എക്സും വൈയും ഒരു വേരിയബിളിൻ്റെ മുകളിൽ മാത്രമേ ടീന് മാത്രമേ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫോർമുല മാത്രമാണ് ഉണ്ടായിരുന്നത്, അല്ലേ? ഡി യു ബൈ ഡി ടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എക്സും വൈയും
if it is dependent on single variable t, then we had formula du by dt. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഡിസ്കസ് ആക്കുന്ന കേസിൽ എന്താണ്, എക്സും വൈയും എത്ര വേരിയബിളിന് മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ്? എസിന് മുകളിൽ ഡിപ്പെൻഡൻറ്റ്, ടീന് മുകളിലും ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഫോർമുലാസാണ് കിട്ടുന്നത്. വിൽ ഗെറ്റ് 2 ഫോർമുലാസ്. അപ്പോൾ ആ രണ്ട് ഫോർമുലാസ് ഏതൊക്കെയാണ്? ആ രണ്ട് ഫോർമുലാസ്, ഫസ്റ്റ് ഫോർമുല എന്നുള്ളത് ഡോ യു ബൈ ഡോ എസ്സും, ഫസ്റ്റ് ഈ യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എസ്സും ഡോ യു ബൈ ഡോ എസ്സും, രണ്ടാമത്തെ ഫോർമുല എന്നുള്ളത് ഡോ യു ബൈ ഡോ ടിയുമാണ്. അതായത് ഈ യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഈ ടി. അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ഫോർമുലാസാണ് കിട്ടുന്നത്. ഒന്ന് യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എസ്സും, പിന്നെ യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടിയും ആണ് കിട്ടുന്നത്. രണ്ട് ഫോർമുലാസാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഇപ്പം എന്തിനാ ഡോ ചെയ്തേ? മുമ്പത്തെ സെക്ഷൻസിലൊക്കെ നിങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ സെക്ഷൻസിലൊക്കെ ഡി യു ബൈ ഡി ടി ആയിരുന്നു കണ്ടേ അല്ലേ? ഡി യു ബൈ ഡി ടി ആയിരുന്നു കണ്ടത്. എന്തിനാണ് ഡി യു ബൈ ഡി ടി? കാരണം എക്സും വൈയും ഒരു വേരിയബിളിൻ്റെ മുകളിൽ മാത്രമായിരുന്നു ഡിപ്പെൻഡൻ്റ് ആയത്. അതുകൊണ്ടാണ് ഡി യു ബൈ ഡി ടി എഴുതിയത് നിങ്ങൾ. ബട്ട് ഇവിടെ രണ്ട് വേരിയബിൾ ഉള്ളത് കൊണ്ട്, എസ്സും ടിയും രണ്ട് വേരിയബിൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഡോ യു ബൈ ഡോ എസ് എന്ന് എഴുതുന്നത്. ഡോ യു ബൈ ഡോ എസ് എന്ന് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഡോ യു ബൈ ഡോ എസിനും ഡോ യു ബൈ ഡോ ടിന്നും രണ്ട് ഫോർമുലാസ് കിട്ടും. കാരണം എക്സും വൈയും രണ്ട് വേരിയബിളിന് മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ട് ഫോർമുലാസ് ഉള്ളത്. സോ അപ്പോൾ ഡോ യു ബൈ ഡോ എസിൻ്റെ ഫോർമുല എന്താണ്? അതായത് ഈ യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇ എസ് എന്താണ് ഫോർമുല. അതേപോലെ ഈ യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി എന്താണ്? അതായത് ഡോ യു ബൈ ഡോ ടി. വാട്ട് ഈസ് ദാറ്റ്? ആ ഫോർമുലാസ് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫോർമുല ഡോ യു ബൈ ഡോ എസ്. ഡോ യു ബൈ ഡോ എസ് എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഡോ യു ബൈ ഡോ എക്സ്. അതായത് ഈ യുവിന് നിങ്ങൾ മുമ്പത്തെ സെക്ഷൻസിൽ എഴുതിയ ചെയിൻ റൂൾ തന്നെയാണ്. ബട്ട് ഇതിൽ ഏത് ടെർമിലും ഡി എഴുതുന്നില്ല. ഞങ്ങൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഡോ മാത്രമാണ് എഴുതുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറയാം. അപ്പോൾ ഡോ യു ബൈ ഡോ എസ്, അതായത് ഈ യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എസ് എന്താണ്? ഫസ്റ്റ് എന്താക്കണം? ഫസ്റ്റ് ഈ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻസിയേഷൻ ആക്കുക. പിന്നെ ഈ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻസിയേഷൻ ആക്കുക. അതായത് ഡോ യു ബൈ ഡോ എക്സ് ഇപ്പോൾ ഫോർമുല എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഈ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി, ഡോ എക്സ് ബൈ ഡോ എസ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ, വിത്ത് റെസ്പെക്ട് ടു എസ് ചെയ്യുമ്പോൾ ടീനെ നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. ടീനെ നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. കാരണം പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ടി. എക്സിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി അല്ല എസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫോർമുല എന്താണ്? ഫസ്റ്റ് ഫോർമുലയിൽ ഫസ്റ്റ് ടേം വിത്ത് റെസ്പെക്ട് എക്സിൻ്റെ ടേമാണ് അല്ലേ. ഈ യു എന്നുള്ളതിൽ എത്ര വേരിയബിൾസ് ഉണ്ട്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, രണ്ട് വേരിയബിൾസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഫോർമുല എഴുതുമ്പോൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ടേമും പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ ടേമും. ഇപ്പോൾ ഇവിടെ സെഡ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ടേം വരിക? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഒരു ടേമും വിത്ത് റെസ്പെക്ട് ടു വൈ ഒരു ടേമും പിന്നെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഒരു ടേം ഉണ്ടാവും. ബട്ട് നൗ വി ഹാവ് ഓൺലി ടു എക്സ് ആൻഡ് വൈ. അപ്പോൾ
ഈ യുവിൻ്റെ ഡിഫറൻസിയേഷൻ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു, അപ്പോൾ ഈ എക്സ് എന്നുള്ളത് രണ്ട് വേരിയബിളിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് എസ്സിനെയും ടി, അപ്പോൾ നമുക്ക് രണ്ട് ഫോർമുലാസ് ഉണ്ടാവുക. ഫസ്റ്റ് ഈ യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എസ്, അതായത് ഡോ യു ബൈ ഡോ എസ്സും, പിന്നെ ഒരു ഫോർമുല എന്നുള്ളത് ഈ യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി, അതായത് ഡോ യു ബൈ ഡോ ടി. ഈ രണ്ടിന് ഫോർമുലാസാണ് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫോർമുല എന്താണ്? ഈ യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി എന്താണ്? നോർമൽ ചെയിൻ റൂൾ. എങ്ങനെയാണ്? ഫസ്റ്റ് ഈ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക, അതായത് ഡോ യു ബൈ ഡോ എക്സ് ഇൻടു എന്താണ്? ഈ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ചെയ്യുക. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എസ് ചെയ്യുമ്പോൾ ഈ എക്സിൽ എത്ര വേരിയബിൾസ് ഉണ്ട്? രണ്ട് വേരിയബിൾസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എസ് ചെയ്യുമ്പോൾ ടീനെ നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. ഇൻടു ഡോ എക്സ് ബൈ ഡോ എസ് പ്ലസ്, അപ്പോൾ ഇത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയി. നെക്സ്റ്റ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം അല്ലേ? ഡോ യു ബൈ ഡോ വൈ, യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻടു എന്താണ്? വൈയുടെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എസ്, അതായത് ഡോ വൈ ബൈ ഡോ എസ്, ഡോ വൈ ബൈ ഡോ എസ്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇവിടെ എന്തിനാണ് ഡോ എഴുതിയേ, ഇവിടെ എന്തിനാണ് ഡോ എഴുതിയേ അല്ലേ? നിങ്ങൾ മുമ്പത്തെ സെക്ഷൻസിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ആണ് ഉണ്ടായിരുന്നത്. ഡി എക്സ് ബൈ ഡി ടി ആണ് ഉണ്ടായിരുന്നത്. പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? ഡി വൈ ബൈ ഡി ടി ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ബട്ട് അത് എന്തുകൊണ്ടാണ് ഡി ആഡ് ചെയ്തേ? കാരണം ഇതിൻ്റെ പ്രീവിയസ് സെക്ഷൻസിൽ എക്സ് എന്നുള്ളത് ടീനെ മാത്രം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ബട്ട് ഈ സെക്ഷൻസിൽ എന്താണ്? ഈ സെക്ഷനിൽ എക്സും വൈയും എത്ര വേരിയബിളിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ്? എസ്സും ടി രണ്ട് വേരിയബിളിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്നുള്ളത് രണ്ട് ഇല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വേരിയബിളിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ പാർഷ്യൽ ഡെറിവേറ്റീവാണ് ചെയ്യുന്നത് അല്ലേ? ഓരോ വേരിയബിളിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വിത്ത് റെസ്പെക്ട് ടു അനദർ വേരിയബിൾ വി ആർ ഡിറൈവിങ്, അതായത് എക്സും വൈയും. ഇല്ലെങ്കിൽ ഇവിടെ എക്സ് എന്നുള്ളതിൽ രണ്ട് വേരിയബിൾ ഉണ്ട്. എത്രയാണ്? രണ്ട് വേരിയബിൾ ഏതൊക്കെയാണ്? എസ്സും ടി അല്ലേ? എക്സും വൈയിലും രണ്ട് വേരിയബിൾ ഉണ്ട്, എസ്സും ടിയും. അപ്പോൾ രണ്ടില്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഡോ എഴുതണം. പാർഷ്യൽ ഡെറിവേറ്റീവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈയുടെ എക്സിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഡോ തന്നെ എഴുതണം. കാരണം അവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, എസ്സും ടിയും. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എസ് ചെയ്യുമ്പോൾ നമുക്ക് ടീനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് എല്ലാ ടേമിലും ഡോ തന്നെ എഴുതുന്നത്. കാരണം ഇവിടെ യു എന്നുള്ളതും രണ്ട് വേരിയബിളിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ്, എക്സും വൈയും കൂടി രണ്ട് വേരിയബിളിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ രണ്ടില്ലെങ്കിൽ രണ്ടിനേക്കാളും കൂടുതൽ വേരിയബിൾ ഒരു ഫംഗ്ഷനിൽ ഉണ്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ഡിഫറൻസിയേഷൻ നിങ്ങൾ ഡോ തന്നെയാണ് എഴുതുന്നത് അല്ലേ? ഓരോ ഫംഗ്ഷൻസിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കും. അപ്പോൾ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ടീനെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. അതുകൊണ്ടാണ് എല്ലാ ടേമിലും എക്സിൻ്റെ ഡിഫറൻസിയേഷൻ ആണെങ്കിലും ഇല്ലെങ്കിൽ വൈൻ്റെ ഡിഫറൻസിയേഷൻ ആണെങ്കിലും നമ്മൾ ഡോ തന്നെ എഴുതുന്നത് അതുകൊണ്ടാണ്. കാരണം എക്സും വൈയും ഒക്കെ എത്ര വേരിയബിളിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ്? രണ്ട് വേരിയബിൾ എക്സിനെയും ടീനെയും മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് അവിടെ ഡോ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് കിട്ടി? ഡോ യു ബൈ ഡോ എസ് കിട്ടി അല്ലേ? ഈ യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എസ് ആയി. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് എന്താണ് ഫോർമുല ഉള്ളത്? ഈ യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യണം. ഡോ യു ബൈ ഡോ ടി ആണ്. അപ്പോൾ ഫോർമുല എന്താണ്? വാട്ട് ഈസ് ദി ഫോർമുല? ഡോ യു ബൈ, ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ചെയ്യേണ്ടത്, ഡോ യു ബൈ ഡോ ടി ആണ് വേണ്ടത്. അപ്പോൾ ഡോ യു ബൈ ഡോ ടി എന്ന് വെച്ചാൽ ഫസ്റ്റ് എന്താക്കണം? ഫസ്റ്റ് യുവിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യണം, പിന്നെ എക്സിന് വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യണം അല്ലേ? ഡോ യു ബൈ ഡോ എക്സ്, ഫസ്റ്റ് എക്സിൻ്റെ ടേം ഡോ യു ബൈ ഡോ എക്സ് ഇൻടു ഡോ എക്സ് ബൈ
ഡോ ടി, എക്സിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി, പ്ലസ് നെക്സ്റ്റ് ടേം എന്താണ് ഡോ യു ബൈ ഡോ വൈ, യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റു വൈയുടെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി, ഡോ വൈ ബൈ ഡോ ടി. അപ്പോൾ ഡോ യു ബൈ ഡോ ടി എന്നുള്ളത് എന്തായി, ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ടി പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ടി. ഫസ്റ്റ് എക്സ് ടേം പിന്നെ വൈ ടേം, അതേപോലെ മുകളിലും ഫസ്റ്റ് എക്സ് ടേം പിന്നെ വൈ ടേം. ഇവിടെ ഇപ്പോൾ എക്സ് വൈ സെഡ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ പ്ലസ് ഒരു സെഡിൻ്റെ ടേം കൂടി ഉണ്ടാവും. എഫ് ഓഫ് എക്സ് വൈ സെഡ് ആയിരുന്നെങ്കിൽ അവിടെ ഈ സം എഴുതുമ്പോൾ 3 ടേം കൂടി ഉണ്ടാവും, വിത്ത് റെസ്പെക്ട് ടു സെഡ് കൂടി ഉണ്ടാവും. ഇതാണ് ചേഞ്ച് ഓഫ് വേരിയബിൾസിൻ്റെ അണ്ടറിലുള്ള ഫോർമുലാസ്. അപ്പോൾ നമുക്ക് എക്സും വൈയും എന്നുള്ളത് 2 വേരിയബിളിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് 2 ഫോർമുലാസ് കിട്ടിയത്. ഇപ്പോൾ എക്സും വൈയും 3 വേരിയബിളിന് മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയെങ്കിൽ എത്ര ഫോർമുലാസ് കിട്ടും? 3 ഫോർമുലാസ് കിട്ടും. വിൽ ഗെറ്റ് 3 ഫോർമുലാസ് ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ 3 വേരിയബിൾ. അതേപോലെ വേരിയബിൾ എത്ര കൂടുന്നോ അത്ര ഇക്വേഷൻസ് കൂടി കൂടും. അപ്പോൾ സപ്പോസ് ഇവിടെ എക്സിൽ 6 കൂടി ഉണ്ടായിരുന്നെങ്കിൽ എസ് ടി ആർ, അതായത് എക്സും വൈയും 3 വേരിയബിൾസിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഫോർമുലാസ് എന്താവും? 3 ഫോർമുലാസ് ഉണ്ടാവും. ഒന്നെന്താണ്, ഫസ്റ്റ് ഈ യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എസ് ആണ്. ഫസ്റ്റ് ഫോർമുല എന്താവും? ഇപ്പോൾ എക്സും വൈയും എസ് ടി അല്ലാതെ ഒരു വേരിയബിൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ, അതായത് 3 വേരിയബിളിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ 3 ഫോർമുലാസാണ് കിട്ടുക. ഏതൊക്കെയാണ് ഫോർമുലാസ്? എന്തിനൊക്കെയാണ് ഫോർമുലാസ് കിട്ടുക? ഫസ്റ്റ് യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എസ്, അതായത് ഫസ്റ്റ് ഫോർമുല ഡോ യു ബൈ ഡോ എസ് ആയിരിക്കും. രണ്ടാമത്തെ ഫോർമുല എന്താണ്? ഡോ യു ബൈ ഡോ ടി ആവുമായിരുന്നു. മൂന്നാമത്തെ ഫോർമുല എന്തായിരുന്നു? ഈ യുവിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഇ ആർ, അതായത് ഡോ യു ബൈ ഡോ ആർ. ഇതാണ് 3 ഫോർമുലാസ് കിട്ടുക. എക്സും വൈയും 3 വേരിയബിളിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആയാൽ നമുക്ക് 3 ഫോർമുലാസ് കിട്ടും. അതേപോലെ ഈ എക്സും വൈയും എത്ര വേരിയബിൾസിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻ്റ് ആണോ നമുക്ക് അത്ര ഫോർമുലാസാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ടീനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക്, അതായത് വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ടീനെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. അതേപോലെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ എസ്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ഫോർമുലാസ് ഏതൊക്കെയാണ്? ടീനെ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഡോ യു ബൈ ഡോ എസ് ആണ് കിട്ടുന്നത്. അതേപോലെ എസ്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഡോ യു ബൈ ഡോ ടി. അപ്പോൾ 2 ഫോർമുലാസാണ് ഇങ്ങനെ കിട്ടുന്നത്. Equation 3 and equation 4 are the necessary formula for change of variable. Equation 4 കഴിഞ്ഞിട്ടുള്ള ഈ പാർട്ട് അത് വേണ്ട, നിങ്ങൾ നോട്ട്സിൽ എഴുതിയിട്ട് വെച്ച് വേണമെങ്കിൽ അത് നീഡ് നോട്ട് ടു സ്റ്റഡി. അതും കൂടി പഠിച്ചാൽ അത് കൺഫ്യൂഷൻ ആവും. അത് സെയിം ടൈപ്പ് ഓഫ് ഫോർമുല തന്നെയാണ്, കുറച്ച് ഷഫിൾ ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ പാർട്ട് എന്നുള്ളത് നിങ്ങൾ എഴുതണമെന്നില്ല. ആൾറെഡി എഴുതിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പുട്ട് എ ബ്രാക്കറ്റ് ബിക്കോസ് ഇറ്റ് നീഡ് നോട്ട് ടു സ്റ്റഡി. ഇക്വേഷൻ 4 കഴിഞ്ഞിട്ടുള്ള പാർട്ട് till here. Okay, so in the next class we'll discuss some of the examples.